നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇട്ട് തുടങ്ങുന്ന ഒരു ആൾക്കാർക്ക് വേണ്ടിയാണ്. യൂട്യൂബ് വീഡിയോ ഇട്ട് തുടങ്ങാൻ പ്രധാനമായിട്ട് നമുക്ക് ഒരു ക്യാമറ വേണം, അല്ലെങ്കിൽ മൊബൈൽ. ഇപ്പം മൊബൈലാണ് ഏറ്റവും ബെറ്റർ. എന്ന് വെച്ചാൽ തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് മൊബൈലാണ്. അതിന് കാരണം ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാം എന്നുള്ളൊരു സംഭവമുണ്ട്. ഈ ക്യാമറ ആണെങ്കിൽ പിന്നെ അത് കോപ്പി ചെയ്യണം, അത് പിന്നെ അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ബെറ്ററായിട്ട് വീഡിയോ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ മെയിൻ കാര്യം. വീഡിയോ എടുക്കുന്നത് അതെ, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി അതെ. ഇപ്പോൾ നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ ഞാൻ പറയുന്ന പോലെയൊക്കെ കണ്ടൻറ്റ് പറയാനാണെങ്കിൽ ഒരു ചെറിയ മൈക്കൂടെ മേടിച്ചിട്ട് വീഡിയോസ് എടുത്ത് ഇട്ട് തുടങ്ങുക. അപ്പം നല്ല റീച്ച് കിട്ടും. എന്ന് വെച്ചാൽ ബെറ്റർ ഓഡിയോ ക്വാളിറ്റി. ഇപ്പം ഈ വീഡിയോ ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞാൽ ഓഡിയോ ബെറ്റർ ആണെങ്കിൽ റീച്ച് കൂടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്നതിൻ്റെ അകത്ത് അധികം ഷെയ്ക്കൊന്നും വരാതെ എവിടെയെങ്കിലുമൊക്കെ ട്രൈപ്പോഡേ വെച്ചോ. ട്രൈപ്പോഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനമാണ്, മൊബൈൽ വെക്കുന്ന സാധനം. മൊബൈൽ വെക്കാനും കിട്ടും, ക്യാമറ വെക്കാനും കിട്ടും. 1000 രൂപയൊക്കെ ഉള്ളൂ. അങ്ങനെ ട്രൈപ്പോഡിലൊക്കെ വെച്ച് വീഡിയോ എടുക്കുക, ഷെയ്ക്ക് വരാതെ. അല്ലെങ്കിൽ എടുക്കാൻ നിൽക്കുന്ന ആളോടാണെങ്കിലും പറയും, ഇപ്പോൾ ഇതുപോലെ ഇരുന്ന് പറയുന്നതാണ്, ഇങ്ങനെ ഫ്രെയിം നോക്കണം, അപ്പോൾ ഇങ്ങനെ മേളിൽ നിന്നൊന്നും വെക്കാം. കാരണം നമ്മൾ ഇരിക്കുന്ന ആളും നിങ്ങളും തമ്മിൽ നേരെ വെച്ചിട്ട് ഈ സൈഡിലോട്ട് ഗ്യാപ്പ് ഇട്ട് നല്ല വൃത്തിക്ക് വീഡിയോ എടുക്കുക. ഇപ്പോൾ ഒരു കുക്കറി ഷോ ആണെങ്കിൽ ആ ഒരു ഫ്രെയിം സെറ്റ് ആയിരിക്കണം. അത് ചുമ്മാ ഇട്ട് കുലുക്കി ഇളക്കിയൊന്നും വീഡിയോ എടുക്കരുത്. അധികം ഷെയ്ക്ക് വരാത്ത രീതിയിൽ വീഡിയോ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്കൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യാമെങ്കിൽ നല്ലതാണ്. പിന്നെ തുടക്കക്കാർ അധികം BGM ഒന്നും ഇടാൻ പോകണമെന്നില്ല. അപ്പം BGM ആണെങ്കിൽ തന്നെ യൂട്യൂബുകാർ വരുന്ന കുറച്ച് കോപ്പിറൈറ്റ് മ്യൂസിക്കുകളുണ്ട് ഫ്രീ ആയിട്ടുള്ള. ആ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ മ്യൂസിക്കുകൾ യൂസ് ചെയ്യുക. അപ്പോൾ അത് പറയാൻ കാരണം എൻ്റെ ഒരു സുഹൃത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ അവൻ വേറൊരാൾ ഹെൽപ്പ് ചെയ്തു, അവർ ചേച്ചി ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അവരുടെ കുക്കറി ചാനലാണ് തുടങ്ങിയത്. ഇവൻ എഡിറ്ററും ക്യാമറ ഇവൻ ഹാൻഡിൽ ചെയ്യുന്നു. അതിൻ്റെ അത് അവൻ അറിയത്തില്ലാത്തതുകൊണ്ട് അവൻ കുറേ മ്യൂസിക്കുകൾ ഇട്ടു പുറത്തു നിന്നൊക്കെയുള്ള. വെച്ചാൽ ഫ്രീ മ്യൂസിക് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് തപ്പിയപ്പോൾ കിട്ടിയതാണ്. പക്ഷെ പറ്റിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് മുഴുവൻ കോപ്പിറൈറ്റ് അടിച്ചിട്ട് ഇപ്പം നല്ല രീതിയിൽ റീച്ചായി. പക്ഷേ കോപ്പിറൈറ്റ് അടിച്ച് വീഡിയോസ് മുഴുവൻ പോയി. ഇടുമ്പോൾ ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കണമെന്നില്ല, പക്ഷേ അത് കുറച്ചാൾ കഴിയുമ്പോൾ കോപ്പിറൈറ്റ് അടിക്കും. പക്ഷേ യൂട്യൂബിൽ ഫ്രീ മ്യൂസിക് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കിട്ടുന്നതൊന്നും ഫ്രീ മ്യൂസിക് അല്ല. അതുകൊണ്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. BGM ഇടുമ്പോൾ അത് ശ്രദ്ധിക്കുക. BGM കഴിവതും ഇപ്പോൾ തുടക്കത്തിൽ ഇടണമെന്നില്ല, പിന്നീട് ഇട്ടാൽ നല്ലതാണെന്ന് പറഞ്ഞാൽ അത് BGM ഒക്കെ ഇട്ട് എഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കൂടുതൽ സമയം എഡിറ്റിങ്ങിന് സ്പെൻഡ് ആകും. അപ്പോൾ തന്നെ നമ്മൾ മടുത്തു പോകും. കഴിവതും ഏറ്റവും പണി കുറച്ച് വീഡിയോസ് ഒരു മീഡിയം നിലവാരത്തിൽ അപ്ലോഡ് ചെയ്യണം, കൂടുതൽ ഇടാൻ നോക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ നമുക്കൊരു വ്യക്തത ആദ്യം ചിലപ്പോൾ തുടങ്ങുമ്പോൾ വ്യക്തത വേണമെന്നും പറഞ്ഞുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകണമെന്നില്ല. നമുക്ക് ഉള്ളതൊക്കെ എടുത്തിടുക. അപ്പോൾ റീച്ച് ആകുന്ന വീഡിയോസിൽ അതിൽ ബേസ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ ഒരു ക്രിയേഷനാണെങ്കിൽ ക്രിയേഷൻ തന്നെ ഇടണമെന്നൊന്നുമില്ല. നമ്മൾ ക്രിയേഷൻ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു ടെക്ക് പറയാൻ തോന്നി അതിടുക. അപ്പം ചിലപ്പോൾ ടെക്കിന് കൂടുതൽ വ്യൂ കിട്ടുന്നു. പിന്നെ അങ്ങനെ അതിൻ്റെ പുറകെ പോകണം എന്നല്ല പറയുന്നത്. അപ്പോൾ ആ ടെക്ക് റിലേറ്റഡ് ആയിട്ടാൽ വീഡിയോ കൂടുതൽ കിട്ടും. അപ്പം പെണ്ണുങ്ങളൊക്കെയാണ് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ട്, ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇട്ടാൽ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വ്യൂ കിട്ടും. അല്ലാതെ തന്നെ ഇപ്പം ഒരു ആൾ കുക്ക് ചെയ്ത്, ഇപ്പോൾ പെണ്ണുങ്ങൾ കുക്ക് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ് എളുപ്പമുണ്ട് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ട് ഇടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുക്കിംഗ് ഒരു ദിവസം കാണിക്കാൻ വേണമെങ്കിൽ, കുക്കിംഗ് എന്ന് പറഞ്ഞാൽ സമയം കൂടുതൽ എടുക്കുന്ന കാര്യമാണ്. വീഡിയോ എടുത്തു തരാൻ ആൾ വേണം. മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പാട് വരുന്നില്ല. അതുപോലെ തന്നെ ഫാഷൻ ബ്ലോഗുകൾ ചെയ്യാം, ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈലുകൾ ചെയ്യാം ലേഡീസിനൊക്കെ. ബോയ്സിനെന്ന് പറഞ്ഞാൽ കൂടുതലും ട്രെക്ക്, ക്രിയേഷൻ, ട്രാവൽ. ഈ ട്രാവൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൂരം യാത്ര ചെയ്യാൻ പോകുമ്പോൾ അതിന് എക്സ്പെൻസ് കൂടും. പിന്നെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുകൾ വരും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു മൊബൈൽ ഫോൺ മേടിച്ചിട്ട് അതിൻ്റെ ഒരു മൈക്കൂടെ യൂസ് ചെയ്തിട്ട് തുടങ്ങുക. അല്ലെങ്കിൽ ഐഫോണൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ കഴിവതും മറ്റ് മ്യൂസിക്കുകളോ കോപ്പിറൈറ്റോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നൊക്കെയാണ്. പിന്നെ ഇട്ട് തുടങ്ങുക, എന്തെങ്കിലുമൊക്കെ ഇട്ടങ്ങ് തുടങ്ങുക. എന്താ ചമ്മൽ നടക്കണമെന്ന് വിചാരിക്കേണ്ട കാര്യം. ഇട്ട് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഒരു 10 സബ്സ്ക്രൈബർ വരാൻ തുടങ്ങും. അല്ല ചെറിയ ഇപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി നോക്കിയാൽ വാച്ച് അവേഴ്സൊക്കെ നമ്മളെ കാണിക്കുക. അപ്പോൾ അത് കൂടുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. അപ്പോൾ പിന്നെ ഇടാൻ തോന്നും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻ കാര്യങ്ങൾ. യൂട്യൂബ് ചാനൽ പിന്നെ ഇപ്പം തുടങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു ചാനൽ തുടങ്ങുന്നത് വെച്ചാൽ നമ്മുടെ Gmail അക്കൗണ്ട് വെച്ച് നമുക്ക് ധൈര്യമായിട്ട് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. മിക്കവാറും തന്നെ ചാനലുണ്ട്, അതിനകത്ത് ഇട്ടാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളെന്നുള്ളൂ. അപ്പം ഈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അവർ അതിൻ്റെ ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത്, തമ്മിൽ ഇടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചു തരുന്നുണ്ട്. അത് പ്രകാരം അങ്ങ് ഇട്ടിട്ട് അങ്ങ് പോവുക. പിന്നെ യൂട്യൂബിൽ തന്നെ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത്, മോണിറ്റൈസ്ഡ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത്, അങ്ങനെയുള്ളതൊക്കെ കുറേ ഇരുന്ന് കണ്ടു നോക്കിയിട്ട് അങ്ങ് ചെയ്യുക. ഞങ്ങൾക്കിട്ട് ഈ മൾട്ടിമീഡിയ പഠിച്ചിട്ട് ധാരാളം പേര് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. നിസ്സാര ശമ്പളത്തിനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി തേടി നടക്കുന്നുണ്ട്.
വിത്ത് ലാപ്ടോപ്പ് വരെ വർക്ക് ചെയ്യാൻ പോകുന്നവരെ ഇപ്പോൾ എനിക്കറിയാം. എന്നിട്ട് അത് വിത്ത് ലാപ്ടോപ്പ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു 1-1.5 ലക്ഷം രൂപ കൊണ്ട് ലാപ്ടോപ്പ് എടുക്കും. അതിനുശേഷം ഇത് ഈ ലാപ്ടോപ്പ് ഉണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ട് മറ്റു ഗ്രാഫിക് ഡിസൈനിങ് കമ്പനികൾ ഇവരെ ജോലിക്ക് എടുക്കും. 10-15 രൂപ ശമ്പളം കൊടുക്കും. ഒരു 6 മാസം 7 മാസം നല്ല ഹെവി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കംപ്ലൈൻ്റ് ആകും. അങ്ങനെയൊക്കെ വരുന്ന ഒത്തിരി നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഈ മൾട്ടിമീഡിയ പഠിച്ച സ്റ്റുഡൻസിനെയൊക്കെ ഇരിക്കും. ഇവരൊക്കെ യൂട്യൂബിലേക്ക് ഒരു ചെറിയ പടി ചെയ്യാമെങ്കിൽ വളരെയധികം ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ